കിടക്കുന്ന ഇന്നോവ ഉണ്ടോ, ആ വണ്ടിക്കകത്ത് ഗുജറാത്തുകാരാണ്, ടൂറിസ്റ്റുകളാണ്. അവർ വെള്ളം കുടിച്ച കുപ്പി ചുമ്മാ റോട്ടിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എയർപോർട്ടിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് കുപ്പി എടുക്കാതെ ഞങ്ങൾ പൊക്കോട്ടെ, ഇനി എറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പരിപാടി പറ്റില്ല, നിങ്ങൾ ടാക്സിക്കാരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, അതല്ലാതെ നിങ്ങൾ ഈ പരിപാടി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് അവൻ കുപ്പി എടുക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈവർ അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം, അത് ഞങ്ങൾ അറിയാതെ ഇട്ടതാണ്, അതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവരുടെ വണ്ടി അവിടെ നിർത്തിയിടുന്നുണ്ട്, എന്നിട്ട് കുപ്പി എടുക്കാൻ പോകുന്നുണ്ട്. എറിഞ്ഞ കുപ്പിയല്ല, പക്ഷെ പകരം വേറൊരു കുപ്പി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഈ വണ്ടിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഈ ക്യാമറയിൽ ഈ സാധനമുണ്ട്, അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫൈനായിട്ട് അയച്ചു കൊടുക്കുന്നു ഞാൻ അവരുടെ അടുത്ത് കർശനമായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ഏതൊരു കുപ്പിയൊക്കെ എടുത്ത് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എനിവേ അവർ എറിഞ്ഞതിന് പകരം ഒരു കുപ്പി അതെടുത്തല്ലോ. കാരണവശാലും ഇങ്ങനത്തെ പരിപാടി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഡ്രൈവേഴ്സ് ഏത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന എവിടുന്ന് വന്നവനാണെങ്കിലും ഡ്രൈവേഴ്സ് അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, ഇവിടെ കുപ്പി എറിയലും വേസ്റ്റ് എറിയലും നടപടി ആവില്ല എന്ന് പറഞ്ഞു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ നടപ്പുണ്ട്, പിടിക്കും. എവിടെ ഇട്ട് പിടിക്കും? നിങ്ങൾക്ക് എയർപോർട്ട് മിസ്സാവും, ട്രെയിനിങ് മിസ്സാവും, ഫ്ലൈറ്റ് മിസ്സാവും, എല്ലാം മിസ്സാവും. അതുകൊണ്ട് ഈ എറിയൽ പരിപാടി നടക്കില്ല. ഇപ്പോൾ കുറേ എണ്ണം പറഞ്ഞുകൊണ്ട് വരും, വേസ്റ്റ് ബിൻ ആദ്യം വെക്കുക എന്നിട്ട് എറിയാൻ തുടങ്ങുക. നിങ്ങൾ ഈ കാണുന്ന പോലെ വേസ്റ്റ് ബിൻ വെച്ചിട്ടല്ല എല്ലാ രാജ്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കുക. ലോകത്തിലെ ഏറ്റവും വൃത്തിയാണെന്ന് പറയുന്ന ജപ്പാന്റെ അവിടെ നിങ്ങൾക്ക് ഒരു വേസ്റ്റ് ബിൻ പോലും കാണാൻ പറ്റില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണ്, ഒരു വേസ്റ്റ് ബിൻ പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര ന്യായങ്ങളൊന്നും വേണ്ട, ഒരു സാധനം റോഡിലേക്ക് വലിച്ചെറിയാൻ സമ്മതിക്കില്ല.